6 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നു എന്നൊരു പരാതി ഉയരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർക്കെതിരെയാണ് എയ്ഡഡ് സ്കൂൾ മാനേജർമാർ ആരോപണം ഉയർത്തുന്നത്. പഴയ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് തരില്ല എന്ന എഞ്ചിനീയർമാർ നിലപാടെടുക്കുന്നുവെന്നാണ് പരാതി. നിലവിലെ സ്ഥിതി തുടർന്നാൽ 600-ലധികം സ്കൂളുകൾ പൂട്ടേണ്ട അവസ്ഥയുണ്ടാകുമെന്നാണ് മാനേജർമാർ പറയുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഒരു സർക്കുലർ, വളരെ വിവാദമായ ഒരു സർക്കുലർ 9/11/2020 ഇറക്കിയിരുന്നു. അതുപ്രകാരം 7 ഡിപ്പാർട്ട്മെന്റുകളുടെ അംഗീകാരം വാങ്ങണം എന്ന് പറയുന്നത് വിചിത്രമായ, ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത നിയമങ്ങൾ. അത് ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും. മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള രീതി LSD ഡിപ്പാർട്ട്മെന്റിന് എഞ്ചിനീയർമാർക്ക് വന്ന് പരിശോധിക്കാൻ 17 മാനദണ്ഡങ്ങൾ പാലിക്കണം. പഴയ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുക്കില്ല എന്ന് പറയുക, റോഡരികിൽ മതിലിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങിന് കൊടുക്കില്ല എന്ന് പറയുക. ഇതൊക്കെ 1967-ലും 80-ലും 87-ലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 600ഓളം സ്കൂളുകൾ പൂട്ടേണ്ടി വരും. അപ്പോൾ ഇത് മനഃപൂർവ്വം LSD ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരുമാണെന്ന് പറയുന്നില്ല. ഒരു വിഭാഗം എഞ്ചിനീയർമാർ ഈ ജോലിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ ഫിറ്റ്നസ് എടുക്കുന്നതിൽ പിന്മാറി സ്കൂളുകൾ അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. ഗോപാൽ ശീലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? മനഃപൂർവ്വം അങ്ങനെ ഫിറ്റ്നസ് നൽകാതിരിക്കാൻ കഴിയുമോ? 600-ലധികം സ്കൂളുകളെ എതിർക്കുന്നെന്നാണ്. മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടും ഫിറ്റ്നസ് നൽകാത്ത അവസ്ഥയാണോ പഴയ കെട്ടിടങ്ങൾക്ക്? അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ സ്കൂൾ മാനേജർമാർ പറയുന്നത്. നേരത്തെ ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 7 വകുപ്പിൽ നിന്നുള്ള അനുമതി ലഭിച്ചതിന് ശേഷം ആ അനുമതി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റായി വാങ്ങണം എന്നതായിരുന്നു നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പറഞ്ഞത്. അത് അപ്രാപ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി പ്രത്യേക യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ആ ഇളവുകളൊക്കെ ചിലത് ചെയ്തു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമായും സ്കൂൾ മാനേജർമാർ പറയുന്ന ആരോപണം തദ്ദേശ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ മനഃപൂർവ്വം ഫിറ്റ്നസ് നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. പല സ്കൂളുകളിലും കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 1980-ലും 90-ലും 2000-ന് ശേഷവുമൊക്കെ നിർമ്മിച്ച കെട്ടിടങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചവയാണ്, സുരക്ഷ ഉറപ്പാക്കിയവയാണ്. എന്നാൽ ആ കെട്ടിടങ്ങളെ പഴയ കെട്ടിടങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നും അതുള്ള കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകാൻ കഴിയുകയില്ല എന്ന കർശന നിലപാടെടുക്കുന്നു. ആ നിലപാടെടുക്കുന്നത് മൂലം തന്നെ ഇനി 6 ദിവസം മാത്രമാണ് സ്കൂൾ തുറക്കാൻ ബാക്കിയുള്ളത്. ആ 6 ദിവസത്തിനുള്ളിൽ ഈ 600 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ അത്രയും സ്കൂളുകൾ സ്കൂൾ മാനേജ്മെന്റുകളുടെ ഒരു പരാതിയായി വരുന്നത്. ഏതായാലും വിഷയം പരിശോധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തേണ്ടതുണ്ട്. ഒപ്പം മറ്റു വകുപ്പുകളുടെയും ശ്രദ്ധയിൽ